പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായിട്ടുള്ള നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ 10 ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ ദിയയ്ക്ക് ഉണ്ട്. ഇതിലൂടെയാണ് തന്റെ എല്ലാ വിശേഷവും ദിയ പലപ്പോഴും പങ്കുവയ്ക്കാറുള്ളത്. ഇപ്പോൾ തന്റെ ഗർഭകാലം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് താരപുത്രി. സ്ത്രീ എന്ന കൃഷ്ണകുമാറിന്റെ വീട്ടിൽ എന്താഘോഷം നടന്നാലും അതുമായി ബന്ധപ്പെട്ടുള്ള 4-5 വ്ലോഗ് വീഡിയോകളാണ് കുടുംബങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുള്ളത്. മാത്രമല്ല ഓരോരുത്തർക്കും പ്രത്യേകം കാഴ്ചക്കാരുമുണ്ട് എന്നുള്ളതാണ്. യൂട്യൂബ് ഏറ്റവും സജീവമായ വീഡിയോകൾ പങ്കുവയ്ക്കുന്ന ഒരാൾ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണയാണ്. 4 വർഷത്തോളമായി ദിയ യൂട്യൂബ് വ്ലോഗിൽ സജീവമായി നിൽക്കുന്നു. ഇപ്പോഴിതാ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരപുത്രി. ദിയയുടെയും ഭർത്താവ് അശ്വിന്റെയും ഉറ്റ സുഹൃത്ത് അഭിരാം കൃഷ്ണകുമാറിന്റെ യൂട്യൂബ് ചാനലിൽ അതിഥികളായി എത്തിയതായിരുന്നു ഇരുവരും. അഭിരാം ദിയയുടെ പാത പിന്തുടർന്ന യൂട്യൂബ് വ്ലോഗിലേക്ക് തിരിയുകയായിരുന്നു. ആദ്യ വീഡിയോയിൽ അതുകൊണ്ട് തന്നെ ദിയയെയും അശ്വിനെയും അഭിരാം സ്പെഷ്യൽ ഗസ്റ്റുകളായി വിളിച്ചു. താൻ യൂട്യൂബ് ആരംഭിക്കാൻ കാരണം ചേച്ചി അഹാനയാണ് എന്ന് ദിയ പറഞ്ഞു. തുടക്കത്തിൽ യൂട്യൂബിൽ നിന്നും വരുമാനം വരുമെന്നതിനെ കുറിച്ച് അറിവില്ലായിരുന്നുവെന്നും ദിയ പറയുന്നു. എനിക്കൊരു ചാനലിലുള്ള കാര്യം അറിയുക പോലുമില്ലായിരുന്നു. കൊറോണ കാലത്ത് എപ്പോഴോ ഒരു സമയം അമ്മു ഞങ്ങൾ മാലിദ്വീപിൽ പോയ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. എന്തിനാണ് ഈ മെനക്കെടുന്നത്? അതെടുത്ത് യൂട്യൂബിലിട്ടിട്ട് എന്ത് കിട്ടാനാണ് എന്നായിരുന്നു അന്നൊക്കെ എൻ്റെ മനസ്സിൽ. ഒരു മാസം കഴിഞ്ഞപ്പോൾ അമ്മുവിൻ്റെ പേയ്മെന്റ് കിട്ടിത്തുടങ്ങി. ഞങ്ങളും കുടുംബത്തിലെ എല്ലാവരും സ്റ്റക്കായി പോയ നിമിഷമായിരുന്നു അത്. വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പൈസ കിട്ടിയോ എന്നായിരുന്നു ആശ്ചര്യം. എനിക്കും ഒരു അക്കൗണ്ട് തുടങ്ങി തരുമോ എന്ന് അമ്മുവിനോട് ചോദിക്കുന്നു. നിനക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടല്ലോ എന്നതായിരുന്നു അമ്മുവിൻ്റെ മറുപടി. ഇല്ല, ഞാനിതുവരെ തുടങ്ങിയിട്ടില്ല. അമ്മു പോയിട്ട് ദിയ കൃഷ്ണ എന്ന് ടൈപ്പ് ചെയ്ത യൂട്യൂബ് ചാനൽ കാണിച്ചു തരികയായിരുന്നു. മെയിൽ ID ഉള്ള എല്ലാവർക്കും യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട്. നമ്മളായിട്ട് ബാക്കി ചെയ്യണമെന്നത് മാത്രം. അങ്ങനെയാണ് ഞാൻ വീഡിയോകൾ പോസ്റ്റ് ചെയ്തു തുടങ്ങിയത്. മീൻ കറി വീഡിയോയാണെന്ന് തോന്നുന്നു ആദ്യം അപ്ലോഡ് ചെയ്തത്. നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. കൊറോണ കാലം ഞങ്ങളുടെ കുടുംബത്തിന് ബ്ലെസ്സിങ് ആയിരുന്നു. അങ്ങനെ പറയാമോ എന്ന് അറിയില്ല, പക്ഷേ ഞങ്ങൾക്കത് അനുഗ്രഹമായിരുന്നു. എല്ലാവർക്കും നല്ല വരുമാനമായിരുന്നു അന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. ബേബിയൊക്കെ വന്നിട്ട് വേണം ഒന്നിച്ച് വീഡിയോ ചെയ്യാൻ. ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ ആദ്യമൊക്കെ ചമ്മലായിരുന്നു. പുറത്തൊക്കെ പോയി വീഡിയോ എടുക്കുമ്പോൾ നാണം തോന്നുമായിരുന്നു. അശ്വിനും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. അശ്വിനും മാറിക്കഴിഞ്ഞു. വീഡിയോ ചെയ്തു തുടങ്ങുമ്പോൾ ക്യാരക്ടർ ലെവലിൽ മാറും. എന്നാൽ താൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷമുള്ള അനുഭവങ്ങൾ പങ്കിട്ട് ദിയ പറഞ്ഞത് അതിവേഗത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. തന്നെ പിന്തുണയ്ക്കുന്നത് പോലെ തന്നെ അഭിരാമിനെയും പിന്തുണയ്ക്കുമെന്നും ദിയയും അശ്വിനും വീഡിയോയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ദിയയും അശ്വിനും ഇപ്പോൾ ആദ്യത്തെ കൺമണിക്കായിട്ടുള്ള കാത്തിരിപ്പിലാണ്. ദിയ ഇപ്പോൾ 5 മാസം ഗർഭിണിയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ദിയയുടെ 5ാം മാസത്തെ ചടങ്ങുകളൊക്കെ നടത്തിയിരുന്നത്. അശ്വിന്റെ അമ്മയായിരുന്നു ചടങ്ങിന് മുൻകൈ ഏറ്റെടുത്തിരുന്നത്. 2 ദിവസങ്ങളിലായിട്ടാണ് ഇവർ ചടങ്ങ് നടത്തിയത്. ഗർഭിണിയാകുമ്പോൾ സൗന്ദര്യം കൂടുമല്ലോ, ദൃഷ്ടി പെടാതിരിക്കാനൊക്കെ ആയിരുന്നു ഈ പൂജ. കളർഫുൾ സാരിയും ആഭരണങ്ങളും ഒക്കെയായി അതീവ സുന്ദരിയായിട്ടാണ് ദിയ അന്നും എത്തിയത്. 2ാമത്തെ ദിവസമായപ്പോൾ കറുത്ത സാരിയായിരുന്നു ദിയ അണിഞ്ഞത്. കറുപ്പാണ് 2ാം ദിവസം ഇടേണ്ടത്, അതാണ് ആ കളർ തിരഞ്ഞെടുത്തതെന്ന് അന്ന് ദിയ പറഞ്ഞിരുന്നു. 60 പവനോളമായിരുന്നു 2 ദിവസങ്ങളിലുമായി ദിയ അണിഞ്ഞിരുന്നത്. കല്യാണത്തിന് മേക്കപ്പ് ചെയ്ത് ശരിയായില്ല എന്ന കമന്റ് ഒക്കെ കേട്ടിരുന്നു. ഇത്തവണ അത് പരിഹരിക്കണം എന്നതായിരുന്നു മേക്കപ്പിനിടെ ദിയ പറഞ്ഞത്. എന്തായാലും അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കണം, എല്ലാം ആന്റി പറയുന്നത് പോലെ തന്നെയെന്നും ദിയ പറഞ്ഞിരുന്നു. മീനമ്മയ്ക്കൊപ്പം തന്നെയായിരുന്നു സാരി വാങ്ങാൻ ദിയ പോയത്. സാരി തിരഞ്ഞെടുത്തതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയായിരുന്നു ദിയയുടെ പിന്നീടുള്ള വ്ലോഗിലൊക്കെ കാണിച്ചതും. അതീവ സന്തോഷത്തോടെ തന്നെയായിരുന്നു മീനമ്മ ദിയയോടൊപ്പം ഷോപ്പിങ്ങിന് പോയത്. മീനമ്മയെയും ദിയയെയും ഒന്നിച്ചു കണ്ട സന്തോഷമായിരുന്നു ആരാധകരും പങ്കുവച്ചത്. 2 ലക്ഷത്തിലധികം പേരായിരുന്നു ഈ പുതിയ വീഡിയോ കണ്ടത് എന്നതുള്ളതാണ്. ദിയ ഭാഗ്യവതിയാണ്. അശ്വിന്റെ അമ്മ മകളെപ്പോലെയാണ് അവരെ കെയർ ചെയ്യുന്നത്. മീനമ്മയാണ് കൂടുതൽ എക്സൈറ്റഡ് എന്ന് തോന്നുന്നു എന്നും ദിയയുടെ പ്രഗ്നൻസി ഗ്ലോ ശരിക്കും അറിയാനുണ്ടെന്നും അശ്വിന്റെ വീട്ടിലെ ആചാരപ്രകാരം ഒരുങ്ങിയപ്പോൾ സന്തോഷമായെന്നും 2 ഫാമിലിയെയും ചേർത്ത് മുന്നോട്ട് പോകുക എന്നും ഈ സന്തോഷം ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി കമന്റുകളാണ് ഈ വീഡിയോയ്ക്ക് അടിയിൽ നിരവധിയായി വന്നിരുന്നത്. ജനിക്കാൻ പോകുന്നത് പെൺകുഞ്ഞാണെന്ന കമന്റുകളും വീഡിയോയിൽ ഉണ്ടായിരുന്നു.
രണ്ടാം ദിവസം കുടുംബാംഗങ്ങളും ബന്ധുക്കളും സഹോദരങ്ങളും സുഹൃത്തുക്കളും എല്ലാം ആരതി ഒഴിഞ്ഞും പൂക്കൾ വിതറിയും ദിയയെയും അശ്വിനെയും ആശീർവദിക്കുന്ന വീഡിയോകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. വീഡിയോ വൈറലായതോടെ ആരാധകരും ദിയയ്ക്ക് ആശംസകൾ നേർന്ന് രംഗത്തെത്തി. പഴയ ആചാരങ്ങൾക്ക് പിന്നിലെല്ലാം ഒരു ശാസ്ത്രമുണ്ട്, അതിനെ വന്ദിക്കുന്നു എന്നും പ്രാർത്ഥനകൾ നേരുന്നു എന്നൊക്കെയാണ് ആരാധകർ കുറിക്കുന്നത്. വിവാഹത്തിനെന്ന പോലെ തന്നെ സമാനമായിട്ട് വലിയൊരു ഓഡിറ്റോറിയത്തിൽ മണ്ഡപമൊരുക്കി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം വിളിച്ചു ചേർത്താണ് ദിയയും അശ്വിനും ചടങ്ങുകൾ നടത്തിയത്. മണ്ഡപത്തിൽ ഒരുക്കിയിട്ടുള്ള പ്രത്യേക സ്ഥലത്ത് ദിയയെ ഇരുത്തി ചടങ്ങുകളെല്ലാം നടത്തി. കഴിഞ്ഞ ദിവസം തങ്ങളുടെ കുഞ്ഞിന് പേരിടുന്നതിനെ കുറിച്ച് ദിയ സംസാരിച്ചിരുന്നു. തന്റെ അമ്മയായിരിക്കും കുഞ്ഞിന് പേരിടുക എന്നും അമ്മ നിർദ്ദേശിക്കുമെന്നും, പക്ഷേ അന്തിമ തീരുമാനം ഞങ്ങളുടേതായിരിക്കുമെന്നാണ് ഈ ഒരു വിഷയത്തിൽ ദിയ പ്രതികരിക്കുന്നത്. അശ്വിൻ തന്നെ നല്ല പോലെ കെയർ ചെയ്യാറുണ്ട്. രാവിലെ ആപ്പിളൊക്കെ കട്ട് ചെയ്യാറുണ്ട്. സ്വന്തം വീട്ടിൽ ഒരു പണിയും ചെയ്തിരുന്നില്ല, പക്ഷെ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്ന് ദിയ പറയുന്നു. വീട് വൃത്തിയാക്കുകയും അടുക്കള പണിയും ഒക്കെ ചെയ്തു തുടങ്ങി. ബദാമൊക്കെ കഴിക്കുക എന്ന് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതും ഇപ്പോൾ അശ്വിനൊരു ഹോബിയാണെന്ന് ദിയ പറയുന്നു. കുട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസാണ്. തമിഴ് സിനിമയിലൊക്കെ കാണുന്നത് പോലെ കല്യാണം കഴിക്കുന്നു, ഗർഭിണിയാകുന്നു, അടുത്ത സീനിൽ കുട്ടിയാകുന്നു, എല്ലാം അതുപോലെ എളുപ്പമായിരിക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ഒട്ടും എളുപ്പമായിരുന്നില്ല. ആദ്യത്തെ 3 മാസം അത് ഭയങ്കര പ്രയാസം തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഗർഭിണിയായിട്ടുള്ള എല്ലാവരെയും സ്മരിച്ചു എന്നും 3 മാസം ഭയങ്കര മോശമായിരുന്നു എന്നൊക്കെ ദിയ പറഞ്ഞു. ഹോസ്പിറ്റലിലായിരുന്നു, ട്രിപ്പിലാണ് ജീവിച്ചതെന്നൊക്കെ ദിയ പ്രതികരിക്കുന്നു. എത്ര കുട്ടികൾ വേണം എന്നതിൽ തങ്ങൾക്കിടയിൽ ചർച്ച നടക്കുകയാണെന്നാണ് ദിയ ഇതോടൊപ്പം പറഞ്ഞത്. ഒന്നിൽ നിർത്താനാണ് എന്റെ പ്ലാൻ. എനിക്കിനി വയ്യ. വീട്ടിലെ ബാക്കിയുള്ള പിള്ളേരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ എന്നാണ് ഞാൻ ചോദിച്ചതെന്ന് ദിയ പറയുന്നു. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഇഷ്ടം എന്ന ചോദ്യത്തിന് ദിയ മറുപടി പറയുന്നുണ്ട്. എനിക്ക് പെൺകുട്ടിയെയാണ് ഇഷ്ടം. പെൺകുട്ടിയാണെങ്കിൽ എന്റെ മിനിയേച്ചറാക്കി ഡ്രസ്സൊക്കെ ഇടിയിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് ദിയ പറയുന്നത്. അടുത്തിടെ ഒരു വീഡിയോയിൽ അശ്വിൻ പറഞ്ഞ വാക്കുകളും ഇതോടൊപ്പം തന്നെ വൈറലാകുന്നുണ്ട്. ആ ഫ്ളാറ്റിലെ 4 ചുവരിൽ മാത്രമായിരുന്നു ജീവിതം. പുള്ളിക്കാരിക്ക് എന്റെ മണം പറ്റത്തില്ല. ഞാൻ അടുത്ത് വരുന്നത് ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പെർഫ്യൂം ഇഷ്ടമല്ല. ഞാൻ കെട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ കുറെ മണങ്ങളൊന്നും പറ്റുന്നില്ലെന്നായിരുന്നു തുടക്കത്തിൽ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, വീട്ടിലേക്ക് പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞതും അവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടമാകും, കരിവാട് ഡെയിലി വേണമെന്ന് പറഞ്ഞു. ഞാൻ എവിടെ പോകാനാണ് ഇതിന് എന്നൊക്കെയായിരുന്നു അശ്വിൻ ആ വീഡിയോയിൽ പറഞ്ഞത്. ഇതൊക്കെ സംസാരിച്ചു കൊണ്ടുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പെട്ടെന്ന് തന്നെ വൈറലാകുകയും ചെയ്തിരുന്നു. അതേസമയം ദിയ ആപ്പിൾ ഒരുപാട് കഴിക്കുമായിരുന്നു. അതും വൊമിറ്റിംഗ് ചെയ്തു എന്നാണ് പറയുന്നത്. വെള്ളം കുടിക്കാറുണ്ടായിരുന്നില്ല. ആദ്യം ഛർദി വന്നത് പല്ല് തേക്കുമ്പോഴായിരുന്നു എന്നും അതോടെ അതൊരു ട്രോമയായി മാറിയെന്നും വഴക്ക് പറഞ്ഞാലൊക്കെയാണ് വെള്ളം കുടിക്കുന്നതെന്നും വെള്ളം കുടിച്ചില്ല എങ്കിൽ നീ ചത്തുപോകുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ടെന്നും അത് പറഞ്ഞ് ഞങ്ങൾക്ക് ഇടയിൽ അടിയുണ്ടായിട്ടുണ്ടെന്നും പിന്നെ വൊമിറ്റിംഗ് ഒക്കെ കുറഞ്ഞു വരികയായിരുന്നു എന്നും ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല എന്നൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. എരിവുള്ള സാധനം കഴിക്കുമ്പോൾ നെഞ്ചരിച്ചിലും ഗ്യാസും. മോർണിംഗ് ഉണ്ടാവുന്ന ഒരു തോന്നലല്ല പിന്നീട് രാത്രി ഉണ്ടാകുന്നത്. പല സമയത്ത് പല തോന്നലുകളാണ്. ദിയ ഇത്തരത്തിൽ പറയുന്ന വീഡിയോകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എന്തിനാണ് ദിയ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്നതിനെ കുറിച്ച് പറയുന്ന പുതിയ വീഡിയോ തന്നെയാണ്. You're watching me on metromatney.com. On metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.